നമസ്കാരം സനോജി. നമസ്തേ. കഴിഞ്ഞ ദിവസമാണ് ശോഭാ സുരേന്ദ്രൻ കാശ് കൊടുത്ത് വോട്ടിന് വേണ്ടി കാശ് കൊടുത്തു എന്ന് പറഞ്ഞിട്ട് വലിയ വിവാദം. വിവാദം സംഭവിക്കുന്ന സമയത്ത് തന്നെ ശോഭാ സുരേന്ദ്രൻ പറയുന്നുണ്ടായിരുന്നു, ഒരു മലയാളത്തിൻ്റെ മാധ്യമം കുറച്ച് ദിവസങ്ങളായി ശോഭാ സുരേന്ദ്രനെ ഫോളോ ചെയ്യുന്നു. അതോടൊപ്പം ഇതുമായി ബന്ധപ്പെട്ട് ചില കോൺഗ്രസിൻ്റെ ആൾക്കാരും ശോഭാ സുരേന്ദ്രനെ ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു. ചില അർദ്ധരാത്രിയോട് അടുത്ത് വരുന്ന സമയത്തൊക്കെ ശോഭാ സുരേന്ദ്രൻ്റെ വീട്ടിനടുത്ത് ആരൊക്കെ വന്ന് നിൽക്കുന്നതായിട്ടൊക്കെയുള്ള വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ടായിരുന്നു ശോഭാ സുരേന്ദ്രൻ എന്ന കാര്യമൊക്കെ ശോഭാ സുരേന്ദ്രൻ പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ ഒരു പ്ലാൻ, ഒരു ദീർഘനാളത്തെ പ്ലാൻ്റെ എക്സിക്യൂഷനായിരുന്നു ഇന്നലെ നടന്നത് എന്നതാണ് ഒരു തെളിവ് സഹിതം. ഇതിനായിട്ട് ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ ശോഭാ സുരേന്ദ്രൻ ഇലക്ഷൻ ശേഷം വാർത്താ സമ്മേളനം വിളിച്ചു ചേർത്തുകൊണ്ട് തന്നെ അതിൽ പറയുന്നതായിരിക്കും എന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. പക്ഷേ അതല്ല നമുക്കിവിടെ ഏറ്റവും പ്രധാനമായിട്ടും പറയാനുള്ളത്. അതായത് കനകോലുവിൻ്റെ PR വർക്കിൻ്റെ ഒരു സ്ട്രാറ്റജിക്കൽ ചേഞ്ച് ഇദ്ദേഹം വരുത്തിയതായിട്ടും ഇലക്ഷന് 48 മണിക്കൂറിന് ഉള്ള സമയത്ത് ഇദ്ദേഹം ഒരു പ്ലാൻ ഇറക്കും. അതായത് എവിടെയൊക്കെയാണ് ഒരു നെഗറ്റീവ്, ഒരു താഴോട്ട് പോകുന്നത്, കോൺഗ്രസ് താഴോട്ട് പോകുന്നത്, അവിടെയൊക്കെ എതിർ സ്ഥാനാർത്ഥിയെ ലക്ഷ്യം വെച്ച് ഇത്തരത്തിലുള്ള ചില അജണ്ടകൾ സെറ്റ് ചെയ്യും, ആ അജണ്ടകൾ എക്സിക്യൂട്ട് ചെയ്യുകയും ചെയ്യുന്നൊരു പതിവ് കനകോലുവിനുണ്ടായിട്ടാണ് ഇപ്പോൾ നമുക്ക് വിവരങ്ങൾ ലഭിക്കുന്നത്. അതായത് ഇത് ആദ്യം എക്സിക്യൂട്ട് ചെയ്യാൻ ശ്രമിച്ചത് നമ്മുടെ തൃശ്ശൂരിലാണ്. തൃശ്ശൂരിൽ ഇത് എക്സിക്യൂട്ട് ചെയ്യാൻ ശ്രമിച്ചത് പാളുകയുണ്ടായി. കാരണം കിറ്റ് കൊടുക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇദ്ദേഹം നമ്മുടെ TN പ്രതാപൻ വലിയ പ്രക്ഷോഭമൊക്കെ നടത്തിയതിന് ശേഷം TN പ്രതാപനെ ഇന്നും തടഞ്ഞു മണലൂരിൽ. അങ്ങനെ ഒരു കാര്യം ചെയ്തു. അതിനുശേഷം ഇവിടെ രാജീവ് ചന്ദ്രശേഖരനെതിരെ മദ്യം വിളമ്പുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പുതിയ ആരോപണം ഇവിടുന്ന് ഇടതുപക്ഷത്തിൻ്റെ ഭാഗമായിട്ട് നടത്തി. ഇനി പാലക്കാടേക്ക് പോയി കഴിഞ്ഞാൽ പാലക്കാട് അവർ ഈ പ്ലാൻ എക്സിക്യൂട്ട് ചെയ്തു, ഏറെക്കുറെ പകുതി വരെ വിജയിച്ചു. പക്ഷേ അവസാനത്തെ ഘട്ടത്തിൽ വിജയിക്കുന്ന ആരാണെന്ന് ഇനി കാണേണ്ടിയിരിക്കുന്നു. എന്തായാലും ഈ രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഇത്തരത്തിലുള്ള PR വർക്ക് കൊണ്ട് സത്യത്തിൽ ജനാധിപത്യത്തിന് വലിയ ഭീഷണിയാണ് ഉണ്ടാകാൻ പോകുന്നത്. തീർച്ചയായും ഹരി, ഇപ്പോൾ പറഞ്ഞതുപോലെ തന്നെ കനകോല് മാത്രമല്ല, ഇതിനകത്ത് കോൺഗ്രസിൻ്റെ ഒട്ടനവധി നേതാക്കൾ ഈ ഒരു ആസൂത്രണത്തിൽ അല്ലെങ്കിൽ ഈ ഒരു ഗൂഢാലോചനയിൽ പങ്കെടുത്തിട്ടുണ്ട് എന്ന് വേണം കരുതാൻ. പ്രത്യേകിച്ചും മിനിഞ്ഞാന്ന് വൈകുന്നേരമായിരുന്നു ഈ കൊട്ടിക്കലാശം നടന്നത്. ഈ കൊട്ടിക്കലാശം നടന്നപ്പോൾ UDFനും LDFനും ഒരു കാര്യം വ്യക്തമായി. കാര്യം അവർ കരുതിയതിലും വലുതാണ് NDAക്ക് കേരളത്തിലുള്ള വലിയ പിന്തുണ എന്നുള്ളത്. പ്രത്യേകിച്ചും തിരുവനന്തപുരം നേമം മണ്ഡലത്തിൽ, അതുപോലെ പാലക്കാട്, ഈ പറഞ്ഞ തൃശ്ശൂരിലൊക്കെ കണ്ട കാഴ്ചകൾ അത്തരത്തിലായിരുന്നു. കാര്യം വലിയ രീതിയിലുള്ള സ്ത്രീ പങ്കാളിത്തമാണ് ഈ കൊട്ടിക്കലാശത്തിൽ ഇപ്രാവശ്യം കാണാനായത്. ഇതൊക്കെ സൂചിപ്പിക്കുന്നത് NDAയുടെ അടിത്തറ വളരെയധികം ശക്തമാണ്, വലിയൊരു വോട്ട് ബേസ് അവർ മണ്ഡലത്തിൽ ഉണ്ടാക്കി കഴിഞ്ഞു എന്നുള്ളത് ഉൾക്കിടിലത്തോടെ കൂടിയാണ് UDFും LDFും തിരിച്ചറിഞ്ഞത്. അതിൻ്റെ ഫലമായി, കാര്യം LDFന് ഇങ്ങനെയുള്ള സ്ട്രാറ്റജീസ് ഒന്നും പ്ലാൻ ചെയ്യാനുള്ളൊരു ബുദ്ധിയില്ല. അപ്പോൾ നമ്മൾ പൊതുവേ ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖർ തന്നെ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു, ഈ ഇലക്ഷന് ശേഷം ഒരുപക്ഷെ ഇവിടെ ഇന്ത്യ മുന്നണി ഉണ്ടായേക്കുമെന്ന്. ഈ ഇലക്ഷന് ശേഷമല്ല, ഈ ഇലക്ഷന് മുമ്പ് തന്നെ ഇന്ത്യ മുന്നണി ഇവിടെ ഉണ്ടായി കഴിഞ്ഞു. അവർ തമ്മിലുള്ള ശ്രീനിവാസൻ്റെ ഭാഷയിൽ പറയുകയാണെങ്കിൽ അന്തർധാര വളരെയധികം സജീവമായി കഴിഞ്ഞിരിക്കുന്നു. കേരളത്തിൽ UDFും LDFും തമ്മിൽ കൈകോർത്തുകൊണ്ട് തന്നെയാണ് ഇക്കുറി NDA നേരിടുന്നത് എന്നുള്ളത് നമുക്ക് നിസ്സംശയം പറയാൻ കഴിയും. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ അവസാന നിമിഷം കണ്ട ഈ കാട്ടിക്കൂട്ടലുകൾ. പ്രത്യേകിച്ചും പാലക്കാട് ഈ ദേശീയ മാധ്യമങ്ങളടക്കം ആദ്യം മുതൽ പറയുന്ന NDAയുടെ ഉറച്ച ഒരു സീറ്റാണ് കേരളത്തിലെ പാലക്കാട്. നമുക്കറിയാം, കാലാകാലങ്ങളിലായി BJPക്ക് ഒട്ടനവധി സാധ്യതയുള്ള, സ്വാധീനമുള്ള ഒരു മേഖലയാണ്. പക്ഷേ അവിടെ ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിൽ ചെറിയ വ്യത്യാസത്തിലൊക്കെയാണ് പലപ്പോഴും സീറ്റ് നഷ്ടപ്പെട്ടിട്ടുള്ളത്. എങ്കിലും വോട്ട് ബേസ് അവിടെ BJP ശക്തമാക്കിയിട്ടുണ്ട്, അല്ലേ? കഴിഞ്ഞ ഇലക്ഷനുകളിലെല്ലാം, അത് ഈ 3 ഇലക്ഷനുകളിലും, പാർലമെൻറ്റ് ഇലക്ഷനിലും, തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലും, ഇപ്പോൾ നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും BJP വളരെ ശക്തമായ, അവരുടെ ഒരു ശക്തമായ കോട്ട ഇതിനു മുമ്പ് നടന്ന ഉപതെരഞ്ഞെടുപ്പിലും BJP അത് തെളിയിച്ചു കഴിഞ്ഞു. കാര്യം അന്ന് അവിടെ സ്ഥാനാർത്ഥിയായിരുന്ന കൃഷ്ണകുമാറിനെതിരെ ഒരു ആരോപണം അവർ കൊണ്ടുവന്നിരുന്നു, ഇല്ലേ? കൃഷ്ണകുമാറിൻ്റെ ഭാര്യ സഹോദരിയുമായി ബന്ധപ്പെട്ട ഒരു ലൈംഗികാരോപണ കേസാണ് അവിടെ കൊണ്ടുവന്നത്. പക്ഷേ അതും ചീറ്റിപ്പോയി. അത്തരത്തിൽ ഈ സ്ഥാനാർത്ഥികളെ പ്രഷറിലാക്കുന്ന, അല്ലെങ്കിൽ അവരെ ഡിഫെൻസീവിലാക്കുന്ന രീതിയിലുള്ള ചില സ്ട്രോങ് നരേറ്റീവ്സ് സൃഷ്ടിച്ചുകൊണ്ട് അത് ഈ അവസാന നിമിഷം, അതാണ് ഈ കനകോലിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. അയാളുടെ ഒരു സ്ട്രാറ്റജി അതാണ്. ഈ തെരഞ്ഞെടുപ്പിൻ്റെ തൊട്ട് മുമ്പ്, കാര്യം അപ്പോൾ കൂടുതലൊന്നും പറയാൻ പറ്റില്ല, കാര്യം പ്രചരണം അവസാനിച്ച് കഴിഞ്ഞു. പിന്നീട് സ്ഥാനാർത്ഥിക്ക് വോട്ടർമാരുടെ മുന്നിൽ അധികമൊന്നും സംസാരിക്കാൻ സമയം കിട്ടാത്തൊരു സാഹചര്യം. ഈ ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിലുള്ള ചില ഓപ്പറേഷൻസ് ഇവർ പ്ലാൻ ചെയ്ത് നടപ്പിലാക്കുന്നത്. ഇക്കുറി കനകോൽ അയാളുടെ ഒരു ഓപ്പറേഷൻസ് നടപ്പിലാക്കാൻ തിരഞ്ഞെടുത്ത വേദി പാലക്കാടാണ്. പ്രധാനമായും അതിന് അവിടെ ചുക്കാൻ പിടിച്ചതാകട്ടെ ഷാഫി പറമ്പിലുമാണ്. ഇത് വളരെ വ്യക്തമായ ഒരു തിരക്കഥയായിരുന്നു. ഇതിന് മീഡിയ വൺ എന്നുള്ളൊരു ചാനലിൻ്റെ സഹായം കൂടി ഇവർ തേടുകയുണ്ടായി. ഈ 3 പേരും ചേർന്ന് വളരെ വ്യക്തമായി, കാര്യം
കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പിൻ്റെ കാലത്തൊരു നീലപ്പെട്ടിയൊക്കെ നമുക്കറിയാം, വലിയ വിവാദമായ നീലപ്പെട്ടി വിഷയമൊക്കെ നമുക്കറിയാം. അതുപോലെ പെട്ടിക്കണക്കിന് പണം ഈ ഒരു ഡീലിന് വേണ്ടി ഒഴുകിയിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ ഈ സമയം മനസ്സിലാക്കുന്നത്. ഇപ്പോൾ ശോഭാ സുരേന്ദ്രൻ പണം കൊടുത്ത് സ്വാധീനം നേടാൻ ശ്രമിച്ചു എന്നുള്ളതാണ് കേസെങ്കിൽ, അതിനും അപ്പുറം എത്രയോ പണം ഒഴുക്കിക്കൊണ്ടാണ് ഈ വലിയൊരു ഗൂഢാലോചന പാലക്കാട് നടന്നിരിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കുന്നു. എന്തായാലും തെരഞ്ഞെടുപ്പിൻ്റെ ചൂട് ഇന്ന് വൈകിട്ട് 6 മണിയോടുകൂടി തീരുന്നെങ്കിലും ഈ തെരഞ്ഞെടുപ്പിൻ്റെ അവസാന ഘട്ടത്തിൽ ഉണ്ടായ വിവാദങ്ങളുടെ ചൂട് അടങ്ങുന്നില്ല. ഒരുപക്ഷെ നാളെ മുതൽ ഇത് പൂർവാധികം ശക്തിയോടെ അല്ലെങ്കിൽ വലിയ രീതിയിൽ ആളിക്കത്തും എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. പ്രത്യേകിച്ചും ശോഭാ സുരേന്ദ്രനെ നമുക്കറിയാം, തീപ്പൊരി നേതാവാണ് അല്ലേ, NDAയുടെ തീപ്പൊരി നേതാവാണ്. അതുകൊണ്ട് തന്നെ ശോഭാ സുരേന്ദ്രൻ അടങ്ങിയിരിക്കില്ല. ഇതിന് കൃത്യമായ മറുപടി അവർ നാളെ കഴിഞ്ഞ് നൽകുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ഈ ഷാഫി പറമ്പലിൻ്റെ കാര്യം മാത്രമല്ല, അവർ സൂചിപ്പിച്ചത് മണ്ഡലത്തിൽ നിലവിൽ സ്ഥാനാർത്ഥിയായിട്ടുള്ള ആളുകളുടെ ഗുണഗണങ്ങൾ പോലും വിശേഷിപ്പിക്കുന്ന രീതിയിലുള്ള തെളിവുകൾ തൻ്റെ പക്കലുണ്ട്. പക്ഷേ താൻ വികസനം പറഞ്ഞാണ് വോട്ട് നേടുന്നത്, അതല്ലാതെ വിദ്വേഷം ജനിപ്പിച്ചുകൊണ്ടോ എതിർ സ്ഥാനാർത്ഥിയെ മോശമായി ചിത്രീകരിച്ചുകൊണ്ടോ അല്ല താൻ വോട്ട് നേടുന്നത്. അതുകൊണ്ട് വോട്ട് കഴിയുന്ന നിമിഷം വരെ അതിനെക്കുറിച്ചൊന്നും മിണ്ടില്ല. പക്ഷേ അത് കഴിഞ്ഞ് 10-ാം തീയതിക്ക് ശേഷം ഞാൻ പ്രതികരിക്കും, 10-ാം തീയതിക്ക് ശേഷം ഇതിന് മറുപടി പറയാമെന്നാണ് ഇന്നലെ ശോഭാ സുരേന്ദ്രൻ പറഞ്ഞത്. അങ്ങനെയെങ്കിൽ നാളെ എന്താണ് ശോഭാ സുരേന്ദ്രൻ മാധ്യമങ്ങൾക്ക് മുന്നിൽ വെളിപ്പെടുത്താൻ പോകുന്നതെന്നുള്ളത് ഇപ്പോൾ ഒരുപക്ഷെ UDFിൻ്റെ പാളയങ്ങളിൽ വലിയ ചർച്ചാ വിഷയമായി കഴിഞ്ഞിരിക്കുകയാണ് ഇതിനോടകം. അല്ല, ഇത് ഏറ്റവും പ്രധാനമായിട്ട് ഇതിനെ ടാർഗറ്റഡ് ആയിട്ട് നിരീക്ഷിക്കേണ്ട ഒരു കാര്യമുണ്ട്. അതായത് ഈ ഇവരുടെ ഒരു പദ്ധതി, അതായത് ആൻറ്റി ഇൻകുംബൻസി ഫാക്ടർ മേജർലി ചില മണ്ഡലങ്ങളിൽ പ്രധാനമായും BJPയിലേക്കാണ് വോട്ട് പോകുന്നത്. ഇങ്ങനെ പോകുന്ന ഒരു സാഹചര്യത്തിൽ ഈ ആൻറ്റി ഇൻകുംബൻസി ഫാക്ടറിനെ കട്ട് ചെയ്യണം എങ്ങോട്ടാണ്? BJPയെ കട്ട് ചെയ്താൽ മാത്രമേ ഈ ഇൻകുംബൻസി ഫാക്ടറിൻ്റെ ഗുണഫലം പ്രധാനമായും കോൺഗ്രസിന് കിട്ടുകയുള്ളൂ. അപ്പോൾ ഇടതുപക്ഷത്തിനെയല്ല ടാർഗറ്റ് ചെയ്യേണ്ടത്, BJPയാണ് ടാർഗറ്റ് ചെയ്യുന്ന വ്യക്തമായ പ്ലാൻ അടിസ്ഥാനത്തിൽ. ഹരി, അവിടെ ഇവർക്ക് ഒരു അബദ്ധം കൂടെ പറ്റിയിട്ടുണ്ട്. ഹരിക്ക് തോന്നുന്നുണ്ടോ വെറും ഇത്തരത്തിലുള്ള ഒരു ആരോപണം കൊണ്ടുവന്നത് കൊണ്ട് മാത്രം ശോഭാ സുരേന്ദ്രന് മണ്ഡലത്തിൽ വോട്ട് കുറയുമെന്ന്? ഒരിക്കലുമില്ല. ഈ സത്യം പറഞ്ഞാൽ ഇന്നലെ UDF ചെയ്ത ഈ ഒരു പ്രശ്നം കൊണ്ട് ഇന്നലത്തെ വാർത്തകളിൽ ഇന്നലെ ഒരു ദിവസം ഒരൊറ്റ കാൻഡിഡേറ്റേ കേരളത്തിൽ വാർത്തകളിൽ നിറഞ്ഞു നിന്നിട്ടുള്ളൂ. നിശബ്ദ പ്രചരണത്തിന്റെ വേളയിൽ ശോഭാ സുരേന്ദ്രൻ മാത്രമാണ് കേരളത്തിലെ എല്ലാ വാർത്താ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിന്ന ഒരു സ്ഥാനം. ഇത് കനകലുവിന്റെ പ്ലാൻ ഫെയിൽ ആവുന്നത് BJPയുടെ അടുത്ത് മാത്രമാണ്. അതായത് എല്ലാ ഇടങ്ങളിലും അത് ഫെയിൽ ആയിപ്പോയെന്നാണ്. ഇപ്പോൾ വോട്ട് ചോരി വിവാദം ഉൾപ്പെടെയുള്ള എല്ലാ വിവാദവും ഒന്ന് അക്കമിട്ട് എണ്ണി നിരത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാം ഗുണഫലമാകുന്നത്, ഇതെല്ലാം ഗുണകരമാകുന്നത് BJPക്കാണ്, NDAക്കാണ്. ഇവർക്ക് ഇത് മനസ്സിലാകുന്നില്ല എന്നാണ്. ഇവർക്ക് എത്ര ഫണ്ട് ചിലവാക്കിയോ, ഇപ്പോൾ കോൺഗ്രസിന് ഫണ്ട് ലഭിക്കുന്നത്, ഇവർ ആദ്യം ഇവരുടെ ഇലക്ഷൻ വർക്ക് എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്തത്? കടത്തിൽ മുങ്ങിയിരുന്ന ജയ് ഹിന്ദ് ചാനൽ വീണ്ടും ഉയർത്തെഴുന്നേൽക്കുന്ന ഒരു സ്ഥിതിയുണ്ട്. എവിടെ നിന്നാണ് ഈ പണം കിട്ടിയത്? അതിൻ്റെ സോഴ്സ് അടക്കം അന്വേഷിക്കണം. എവിടാണ്, ആരാണ് ഇതിന് ഇൻവെസ്റ്റ് ചെയ്തത്? എന്തായാലും കൃത്യമായി ലാഭമില്ലാത്ത ഒരു പ്രോജക്റ്റിന് വേണ്ടിയിട്ട് ആരാണ് ഇത്രയധികം തുക മുടക്കുന്നത്? അതിന് പിന്നിൽ വളരെ കൃത്യമായിട്ടുള്ള ഭീകരവാദം പോലുള്ള അജണ്ടകൾ പോലും സംശയിക്കണം. ഹരി, ഈ ലൂസിഫർ സിനിമയിൽ ഒരു രംഗമുണ്ട്. കാര്യം അതിൽ കാണിക്കുന്ന NBC ചാനൽ അത് ഒരു ഘട്ടത്തിൽ വഴിമുടക്കി നിൽക്കുമ്പോൾ സ്റ്റീഫൻ നെടുമ്പള്ളി അതിനുവേണ്ടി ഫണ്ട് ചെയ്യുന്നുണ്ട് ഇല്ലേ? അതെ, അതുപോലെയാണ് ഇതിൻ്റെ കാര്യവും. ഒരു ഘട്ടത്തിൽ വഴിമുടക്കി നിൽക്കുമ്പോൾ മാധ്യമം അവർക്ക് ആവശ്യമാണ്. പക്ഷേ അപ്പോഴും കോൺഗ്രസ് ആശ്രയിക്കുന്ന മാധ്യമം ജയ്ഹിന്ദിനെ അല്ല, അവർ മീഡിയ വണ്ണിനെയാണ് ആശ്രയിക്കുന്നത് എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും വലിയ രസകരമായ കാര്യം. ഇത് രണ്ടല്ല, ഇപ്പം ഒന്നാണ് എന്നുള്ളതാണ് മറ്റൊരു സവിശേഷത. കാരണം ഇവിടെ നിന്ന് നേരെ ജമാഅത്തെ ഇസ്ലാമി ഒരുപക്ഷെ UDF ജയിച്ച് വന്നു കഴിഞ്ഞാൽ മീഡിയ വണ്ണും ജയ്ഹിന്ദും ഒക്കെ ചിലപ്പോൾ ഒന്നായേക്കാം. ഈ വലിയ അന്തർധാര സജീവമാണ്. നേരത്തെ പറഞ്ഞതുപോലെ ഈ LDFും UDFും തമ്മിൽ മാത്രമല്ല ഇതിന്റെ ഘടകകക്ഷികൾ, പ്രത്യേകിച്ചും മുസ്ലിം ലീഗുമായിട്ടുള്ള അന്തർധാര അല്ലെങ്കിൽ ജമാഅത്തെ ഇസ്ലാമിയുമായിട്ടുള്ള അന്തർധാരകളൊക്കെ വളരെയധികം സജീവമാണ്. ഇത് ഏറെക്കുറെ അവർ തന്നെ വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുകയാണ്. ഈ ചോദിക്കാതെ തന്നെ എല്ലാ ഫാക്സും ഒരുമിച്ച് തെളിവെടുത്ത് അവർ തന്നെ പുറത്തിട്ട് തരികയാണ്. ഞങ്ങളെല്ലാം ഒന്നാണ്, ഇതെല്ലാം ഓപ്പറേഷൻസ്. ഈ ചെറിയ ഇവർ സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നത് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനാണ്. പക്ഷേ അവർ സ്വയം വെളിപ്പെടുത്തുന്നത് അവരുടെ മുഖം മൂടി അണിഞ്ഞ ചില കോപ്രായങ്ങൾ തന്നെയാണ്. ഇത്തരം കാര്യങ്ങൾ ജനങ്ങൾ കൃത്യമായി തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. പ്രത്യേകിച്ചും കേരളം ഇപ്പോൾ പഴയ കേരളം ഒന്നുമല്ല അല്ലേ? കേരള അല്ല, ഇപ്പൊ കേരളമാണ്. കുറച്ചുകൂടി വിവേകശാലികളായ ബുദ്ധിമതികളായ ആൾക്കാരാണ് ഇവിടെ ഉള്ളത്. അതുകൊണ്ട് തന്നെ അവർക്ക് ചിന്തിക്കാനും പ്രവർത്തിക്കാനും ഒക്കെ കഴിവുണ്ട്. മാത്രമല്ല ഇത് സോഷ്യൽ മീഡിയയുടെ കാലമാണ്. ഓരോ ആൾക്കാരും അവനവൻ തന്നെ എഡിറ്ററായി മാറുന്ന അവനവൻ്റെ മാധ്യമങ്ങളുള്ള കാലമാണ്. അപ്പോൾ ഇവിടെ അത്രയ്ക്കൊന്നും മറച്ചു വെക്കാൻ കഴിയില്ല. ഇന്നലത്തെ ചർച്ചയിൽ പറഞ്ഞിരുന്നു ഇത് ഷൂട്ട് ചെയ്തതിലുള്ള ഒരു അസ്വാഭാവികതയെക്കുറിച്ച് അല്ലേ? ആ സ്ത്രീ എവിടെ നിന്നോ വരുന്നു, എങ്ങോട്ടേക്കോ മറഞ്ഞു പോകുന്നു.
അവരുടെ ഏതൊക്കെയൊക്കെ ഭാഗങ്ങൾ മാത്രമേ കാണുന്നുള്ളൂ. അതെ 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 അങ്ങനെ ആ ഒരു രീതിയിലാണ് ഈ കഥ. അത് മാത്രമല്ല, ഷാഫി പറമ്പിൽ ഇന്ന് രാവിലെ എത്തുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഒരു വലതുപക്ഷ മാധ്യമത്തിന്റെ ചോദ്യത്തിന് ഉത്തരം പറയാൻ അദ്ദേഹത്തിന് കഴിയുന്നില്ല അല്ലേ? അതെ, ഇന്ന് രാവിലെ. അതോടൊപ്പം തന്നെ ഈ പ്ലാൻ ഫെയിലിയർ ആവുന്നത് ഈ വെടി പൊട്ടുന്നതിന് മുൻപോ കേട്ടു. അതായത് ഇതിന് മുന്നേ തന്നെ അവർ പരാതി കൊടുത്തു കഴിഞ്ഞു. അതായത് പ്രശ്നം നടക്കുന്നതിന് മുന്നേ തന്നെ പരാതി കൊടുത്തു കഴിഞ്ഞു, ഇങ്ങനൊരു പ്രശ്നം ഉണ്ട് എന്നുള്ള രീതിയിൽ. അത്തരത്തിലൊരു പ്ലാനിൻ്റെ ഒരു ഫെയിലിയറാണ് നമുക്ക് അവിടെ കാണാൻ പറ്റുന്നത്. അങ്ങനെ ഓരോന്നായിട്ട് പൊളിഞ്ഞ് അടുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇനി അടുത്ത നാളെ ശോഭാ സുരേന്ദ്രൻ വളരെ കൃത്യമായിട്ട്, ശോഭാ സുരേന്ദ്രൻ അങ്ങനെ വിടാനെന്ന് പോകുന്നില്ല, ആൾ തെറ്റിപ്പോയി. ഈ തീ ചൊറിഞ്ഞത് തീക്കൊള്ളി വെച്ച് തലചൊറിയുന്ന ഒരു ഇടപാടാണ് ഇപ്പോൾ സത്യത്തിൽ. ഇതിൽ മറ്റൊരു കാര്യം കൂടിയുണ്ട്. കാര്യം പ്രത്യേകിച്ചും പാലക്കാട് പോലുള്ള സ്ഥലത്ത് BJP അക്കൗണ്ട് തുറക്കരുതെന്ന് എന്തുകൊണ്ട് UDF അടിയുറച്ചത്? അത് LDF-നെക്കാളും ആവശ്യം UDF-നാണ്. അവിടെ ഒരിക്കലും BJP അക്കൗണ്ട് തുറക്കരുതെന്ന്. കാര്യം അവിടുത്തെ UDF-ൻ്റെ വോട്ട് ബാങ്കിൻ്റെ അവരുടെ ഒരു സപ്പോർട്ടിംഗ് സിസ്റ്റം എന്ന് പറയുന്നത് SDPI ആണ്. SDPI ഒരു കാരണവശാലും അവിടെ BJP വരണമെന്ന് ആഗ്രഹിക്കുന്നില്ല. അതിന് കാരണം എന്താണ്? കാര്യം ശോഭാ സുരേന്ദ്രനെ പോലുള്ള ഒരാൾ കേന്ദ്രവുമായി അധികം ബന്ധമുള്ള ഒരു MLA ആണ്. വെറും ഒരു MLA-യുടെ പവർ ആയിരിക്കില്ല അവർ മണ്ഡലത്തിൽ ഉപയോഗിക്കുന്നത്. ഒരു പക്ഷേ ശോഭാ സുരേന്ദ്രൻ അവിടെ MLA ആയി വന്നു കഴിഞ്ഞാൽ, ഏറെക്കുറെ അത് തന്നെയാണ് സാധ്യത, അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ മണ്ഡലത്തിൽ നടക്കുന്ന SDPI-യുടെ വിധ്വംസക പ്രവർത്തനങ്ങൾ കംപ്ലീറ്റ് പൊളിച്ചെടുക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പാലക്കാട് വളരെ നാളുകളായി തന്നെ അധികം ചർച്ച ചെയ്യപ്പെടാത്തൊരു വിഷയമാണ്. നമ്മൾ കൊച്ചിയും തിരുവനന്തപുരവും ഒക്കെയാണ് ഈ തീവ്രവാദികളുടെ ഹോട്ട് ഹബ് എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ സ്ലീപ്പർ സെല്ലുകൾ പ്രവർത്തിക്കുന്ന സ്ഥലമെന്ന് പറയുമ്പോൾ, പാലക്കാട് ഇവരുടെ ഒരു വലിയ ഹൈഡൗട്ടാണ്. അത് അധികം ആരും അറിയാത്ത, അല്ലെങ്കിൽ അധികം ചർച്ച ചെയ്യപ്പെടാത്തൊരു വിഷയമാണ്. ആ സ്ഥലങ്ങളിൽ കൃത്യമായി കേന്ദ്രസേന വരും. കേന്ദ്രസേനയുടെ തിരച്ചിലുകൾ ഉണ്ടാകും. ഒരുപാട് പേർ അവിടെ നിന്ന് പിടിക്കപ്പെടും. SDPI-യെ വേരോടെ പാലക്കാട് ജില്ലയിൽ നിന്ന് പിഴുതെടുക്കും. ഇത് അവർക്കും അറിയാവുന്ന കാര്യമാണ്. അതുകൊണ്ടാണ് ഇത്തരത്തിൽ എന്ത് വന്നാലും BJP MLA പാലക്കാട് നിന്ന് ഉണ്ടാകരുതെന്നുള്ള UDF-ൻ്റെ ഒരു ശാഠ്യത്തിന് പിന്നിൽ അത് SDPI-യുടെ തന്നെ കളിയാണ്. അതിനകത്തുള്ള SDPI വളരെയധികം ഇതിനുവേണ്ടി പ്രയത്നിക്കുന്നുണ്ട്. കാര്യം ഒരിക്കലും BJP-യുടെ MLA ആ മണ്ണിൽ പൊങ്ങി വരരുത്, വന്നു കഴിഞ്ഞാൽ തങ്ങളുടെ വേരറുക്കപ്പെടും എന്നുള്ള കൃത്യമായ ഒരു തിരിച്ചറിവ് അവർക്കുള്ളത് കൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള പൊറോട്ട നാടകങ്ങൾക്കും തരംതാണ പ്രവൃത്തികൾക്കും മണ്ഡലത്തിൽ അരങ്ങൊരുക്കിയത്. എന്തായാലും ഈ തെരഞ്ഞെടുപ്പ് ഈ കാലഘട്ടത്തിൽ വെറും 23 ദിവസം നീണ്ടുനിന്ന പ്രചരണ പരിപാടികളാണ് ഉണ്ടായിരുന്നത്. അതിൻ്റെ ഒടുക്കമാണ് ഇത്തരത്തിലൊരു ട്വിസ്റ്റ് പാലക്കാട് മണ്ഡലത്തിൽ വരുന്നത്. പ്രത്യേകിച്ചും BJP ഉറപ്പിച്ച ഒരു മണ്ഡലത്തിൽ ഇങ്ങനെ ഒരു കാര്യം കൊണ്ടുവരും. അത് നമ്മൾ നോക്കണം. ഇവർ ഈ കൊണ്ടുവന്നതെല്ലാം BJP ഉറപ്പിച്ച മണ്ഡലങ്ങളിലാണ് ഈ ആരോപണങ്ങൾ വന്നത്. നേമത്ത് രാജീവ് ചന്ദ്രശേഖരനെ പോലുള്ള ഒരാൾ മദ്യമൊഴുക്കി എന്ന് പറഞ്ഞാൽ എത്ര ജനങ്ങളത് വിശ്വസിക്കും? ഇല്ലേ? മറ്റാരെക്കുറിച്ച് പറഞ്ഞാലും ജനങ്ങൾ ഒരുപക്ഷെ അത് രാഷ്ട്രീയക്കാരല്ലേ വിശ്വസിക്കും. പക്ഷേ വികസനം മാത്രം മുൻനിർത്തി പ്രവർത്തിക്കുന്ന, നരേന്ദ്രമോദിയുടെ ആശയങ്ങളെ അതേപടി പകർത്താൻ ശ്രമിക്കുന്ന രാജീവ് ചന്ദ്രശേഖർ, അദ്ദേഹം മദ്യമൊഴുക്കിയാണ് വോട്ട് പിടിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര ജനങ്ങൾ അവിടെ വിശ്വസിക്കും? ഇതൊന്നും ജനങ്ങളുടെ അടുത്ത് വിലപ്പോവില്ല. എന്തായാലും ഈ പറഞ്ഞ കാര്യങ്ങളുടെയൊക്കെ തീരുമാനം ജനങ്ങൾ അവരുടെ മനസ്സിൻ്റെ ഹിതം അത് വോട്ടായി രേഖപ്പെടുത്തി ഇപ്പോൾ EV ബാലറ്റിലായി കഴിഞ്ഞിരിക്കുന്നു. അത് സ്ട്രോങ് റൂമിലേക്ക് മാറ്റപ്പെട്ടിരിക്കുന്നു. മെയ് 4-ാം തീയതി രാവിലെ 8 മണി വരെ അതവിടെ ഭദ്രമായി തന്നെ ഇരിക്കും. ഈ മെയ് 4-ാം തീയതി 8 മണിക്ക് ശേഷം നമുക്കറിയാം എന്തൊക്കെയാണ് ജനം ചിന്തിച്ചത്. ഈ പറഞ്ഞ UDF അവസാന വട്ടം ശ്രമിച്ച അവരുടെ നീക്കുപോക്കുകൾ ഫലം കണ്ടോ, അല്ലെങ്കിൽ BJP അത് തുണച്ചോ എന്നുള്ള കാര്യങ്ങൾക്കൊക്കെ ഉത്തരം മെയ് 4-ാം തീയതി രാവിലെ 8 മണിയോടുകൂടി നമുക്ക് അറിയാൻ കഴിയും. 10 മണിയോടുകൂടി ട്രെൻഡും നമുക്ക് അറിയാൻ കഴിയും. നമസ്തേ.